ഇനി സമ്മോഹനി ധ്യാനം. ധ്യായേയം അക്ഷവലയേക്ഷു ശരാസപാശാൻ പത്മദ്വയാങ്കുശരാൻ വരപുസ്തകശ്ച ആഭിഭ്രതീം നിജകരൈരരുണാം കുചാർത്താം സമ്മോഹനീം തൃണയനാം തരുണേന്ദുചൂടാം. ഇതാണ് മോഹിനിയുടെ ധ്യാനം. ബന്ധൂകാഞ്ചനനിഭം രുചിരാക്ഷമാലം പാശാങ്കുശൗചവരദം നിജബാഹുദണ്ഡൈ ഭിഭ്രാണാം ഇന്ദുശകലാഭരണം ത്രിനേത്രമർദ്ധാംബികേശം അനിശം വപുരാശ്രയാമാ. ഇവിടെ ബന്ധൂകാഞ്ചനവർണം, മനോഹരമായ അക്ഷമാല, പാശം അങ്കുശം, വരദമുദ്ര, ശിരസിൽ ഭ്രമണം ചെയ്യുന്ന ചന്ദ്രക്കലാഭരണം, ത്രിനേത്രം, അർദ്ധാംബികേശന്റെ അർദ്ധനാരീശ്വരന്റെ ശരീരത്തെ ഞാൻ ആശ്രയിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പൂർവോക്ത മാർഗത്തിൽ യഥാവിധി പൂജിച്ച് സ്മരാദ്യമായി, സ്മരാദ്യം എന്ന് പറഞ്ഞാൽ ആദ്യം ബാല, കാമമാതൃകയായ ബാലയെ ആദ്യം നസിച്ച് കേശവാദി നമഃ എന്ന് ചേർത്ത് വേണം പൂജിക്കാൻ എന്ന് ശാരദാതിലകം പറഞ്ഞിരിക്കുന്നു. ക്ലീം അം കാമരതീഭ്യാം നമഃ കേശവാന്തേ എന്നാണ് പ്രയോഗം. രക്താംഗരാഗ കുസുമാംബരമാത്തഭൂഷം നീലോൽപലാഢ്യകരശക്തി സുഭൂഷിതാംഗം ധ്യായേത് പ്രസൂനശരമിക്ഷുധനുർധരശ്ച സദ്ധാഡിബീ കുസുമഭാസം അനംഗമൂർത്തിം. ഇങ്ങനെ ഗണപതി ബീജവും ഷഡ്ബീജവും ചേർത്തിട്ടാണ് ഗണപതി മാതൃകാന്യാസം. അപ്പൊ അതിന്റെ പ്രയോഗം, ഇതിന്റെ ഈ ധ്യാന ശ്ലോകത്തിന്റെ പ്രയോഗം പറഞ്ഞിരിക്കുന്നത് ഗം അം വിഘ്നേശ ശ്രീഭ്യാം നമഃ കേശാന്തേ എന്നാണ്. അതിന്റെ ധ്യാനം താരുണ്യോന്മദ ചാരുലോഹിതലസത്കാന്ത്യം ഗരാഗാംബരം സദ്രക്തോൽപലഹസ്തയാ വനിതയാ വാമാംഗമാരൂഢയാ ഹസ്താംഗൈർധരമങ്കുശം ഗുണമഭീതം ധാരയന്തം ശുഭം ധ്യായേയം ഗണപം ഗജേന്ദ്രവദനം നേത്രത്രയോദ്ഭാസിതം എന്നാണ്. ഇത് കേശവാദി മാതൃകാന്യാസം സ്മരാദ്യാം എന്ന കാമബീജാദ്യമായിട്ടാണ് ഈ ഗണപതിയുടെ ന്യാസം പറഞ്ഞിരിക്കുന്നത്. സാമ്പ്രദായികമായിട്ട് ത്രിപുട നാരായണ അഷ്ടാക്ഷര യോഗം ഇച്ഛിക്കുന്നു. മറ്റൊരു കൂട്ടര് പ്രണവത്രയ യോഗം, പരബ്രഹ്മത്തിൽ പ്രണവത്രയ പുടിതത്വം എന്നും പറയുന്നു. അതിനെ അങ്ങനെ ആവുമ്പോൾ അതിനെ ശ്രീബീജയോഗം എന്നാണ് പറയുക. അതിന്റെ പ്രയോഗം വരുന്നത് ക്ലീം അം കേശവകീർത്തിഭ്യാം നമഃ കേശാന്തേ, കേശവായ കീർത്തിയൈ നമഃ എന്ന് ഒരു പാഠഭേദവും. കേശവനെ പൂജിക്കുന്നത് കീർത്തി ലഭിക്കാനാണ്. സധാതൃ പ്രാണശക്തിയാത്മയുക്തയായി യാ എന്ന വർണ്ണത്തിൽ വിഷ്ണു ശക്തി ധ്യാനമാണ്. ഋഷി പ്രജാപതി, ഛന്ദസ് ഗായത്രി, സാക്ഷാത് ദേവത, അർദ്ധലക്ഷ്മീർ ഹരി. ദീർഘത്തോടു കൂടിയ ബീജത്താൽ ഷഡംഗം ആചരിക്കണം. അർദ്ധലക്ഷ്മീർ ഹരി, ലക്ഷ്മി പകുതി ലക്ഷ്മി പകുതി ഹരിയുമായിട്ടുള്ള രൂപമാണ് അവിടെ ധ്യാനിക്കുന്നത്. അതിന്റെ ധ്യാനം ഹസ്തൈർബിഭ്രത് സരസിജ ഗദാശംഖ ചക്രാണി വിദ്യാം പത്മാദർശൗ കനകകലശാം മേധ വിദ്യുദ്വിലാസം വാമോത്തുംഗസ്ഥന അവിരലാകൽപമാശ്ലേഷലോഭാദേകീഭൂതം വപുരവതുവ പുണ്ടരീകാക്ഷ ലക്ഷ്മ്യൗ. കയ്യിൽ ഭ്രമണം ചെയ്യുന്ന ഒരു പത്മം, ഗദ, ശംഖം, ചക്രം, വിദ്യ, പത്മം, ആദർശം. ആദർശം എന്ന് പറഞ്ഞാൽ കണ്ണാടിയാണ്. കനകകലശം. ഇങ്ങനെ 8 കൈകളാണ്. വപുവിന്റെ വിശേഷണം എന്താണ്? മേധ കൊണ്ട് വിദ്യുത് വിലാസം കൊണ്ട് ജ്വലിക്കുന്നതാണ്. മേധ കൊണ്ട്, ആ അറിവ് കൊണ്ട്, വിദ്യ കൊണ്ട് ഇങ്ങനെ വിദ്യുത് വിലാസം, അത് വിദ്യുച്ഛക്തി പോലെ ജ്വലിക്കുന്ന ശരീരമാണ്. അതാണ് ആ വപുവിന്റെ വിശേഷണം പറഞ്ഞിരിക്കുന്നത്. ഇടത്തുഭാഗത്തെ ഉത്തുംഗസ്ഥനം അത് ലക്ഷ്മിയാണ്.
ഇടത്തുഭാഗം ലക്ഷ്മിയാണ്. അവിരളമായി സദാ ആശ്ലേഷിക്കാനുള്ള ലോഭത്താലാണ് ഭഗവാനും ലക്ഷ്മിയും തമ്മിൽ പരസ്പരം ഏകീഭവിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നു. ആകൽപ്പം ആഭൂഷണങ്ങൾ അണിഞ്ഞ പുണ്ടരീകാക്ഷന്റെയും ലക്ഷ്മിയുടെയും അർദ്ധനാരീശ്വര ധ്യാനം. ഇതിലെ ആയുധധ്യാനം വലത്ത് താഴത്തെ കൈ മുതൽ തുടങ്ങണം. അതായത് പുരുഷായുധങ്ങൾ ഒക്കെ വലത്ത് ഭാഗത്തും സ്ത്രീയുടെ ആയുധങ്ങളൊക്കെ വാമഭാഗത്തുമാണ് ധ്യാനിക്കേണ്ടത്. അത് പത്മപാദാചാര്യരും എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിദ്യ, അരവിന്ദം, കണ്ണാടി, അമൃതകുംഭം, ഇത് നാലും ദേവിയുടെ ഹസ്തത്തിലാണ്. മോഹിനി, അമൃതകുംഭം ധരിച്ച മോഹിനി രൂപം, വാൽക്കണ്ണാടി, പത്മം, വിദ്യ, സരസ്വതിയുടെ രൂപമായ വിദ്യ. ഈ 4 എണ്ണം സ്ത്രീഭാഗത്ത് വാമഭാഗത്താണ്. പുരുഷായുധങ്ങൾ കൗമോദകി, പാഞ്ചജന്യം, സുദർശനം, ഒരു പത്മം. ഇത് 4 എണ്ണം ദക്ഷിണഭാഗത്തുമാണ്. ചതുർഭുജധ്യാനം കേവല വിഷ്ണുധ്യാനം. ലക്ഷ്മി സഹിതമാകുമ്പോൾ അഷ്ടഭുജധ്യാനമാണ്. അതുകൊണ്ട് അർത്ഥലക്ഷ്മി ധ്യാനം കേശവാദിന്യാസം കൊണ്ടുള്ള ഫലം ഇത് ന്യാസമാത്രേണ ദേഹികൾക്ക് അച്യുതത്വം നൽകുന്നു എന്നതാണ് സത്യം. സത്യമല്ലാതെ മറ്റൊന്നുമല്ല. കേശവാദിരയം ന്യാസോ ന്യാസമാത്രേണ ദേഹിനാം അച്യുതത്വം ദദാത്യവ സത്യം സത്യം ന ചാന്യഥ എന്നാണ് ശാരദാതിലകം പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ അർച്ചനാദികളെല്ലാം ആചരിച്ച് മാതൃകകളെ ശക്തിപൂർവം സ്വന്തം ശരീരത്തിൽ തന്നെ നമ്മൾ ന്യസിക്കണം. ഋഷി ശക്തിയാണ്, ഛന്ദസ് ഗായത്രിയാണ്, ദേവത സർവസൗഭാഗ്യദായിനിയായ വിശ്വജനനി. 6 ദീർഘങ്ങളിൽ അർദ്ധേന്ദു അഥവാ ബിന്ദുവോടുകൂടി മായാത്മൻ എന്ന ബീജത്തോടെ ബുധന്മാർ അംഗന്യാസം ചെയ്യണം. വസിഷ്ഠപുത്രൻ ശക്തിയാണ് ഈ മന്ത്രദ്രഷ്ടാവ്. പ്രയോഗം ഹ്രാം ഹൃദയായ നമഃ എന്നാണ്. ഹൃദയത്തിലാണ് ആ ദേവിയെ ന്യസിക്കേണ്ടത്. വിശ്വജനനിയുടെ ധ്യാനം. ഉദ്യത്കോടി ദിവാകര പ്രതിപടോത്തും ഗോരുപീനസ്ഥനി ബദ്ധാർദ്ധേന്ദു കിരീടഹാരരസനാ മഞ്ജീര സംശോഭിത ബിഭ്രാണാ കരപങ്കജൈർ ജപവടീം പാശാങ്കുശൗ പുസ്തകം ദിഖ്യാഡ്വോ ജഗദീശ്വരി ത്രിനയന പത്മേ നിഷണ്ണാ സുഖം എന്നാണ് ഇതിന്റെ ധ്യാനം. ഋഷി, ഭൃഗു, ഛന്ദസ് ഗായത്രി, ദേവത, സർവസമ്പത്തുകൾക്കും ജഗത്തിനും ആദിയായ ദേവി. സമസ്ത സമ്പത്തുകൾക്കും ആദി എന്നത് വിനിയോഗത്തിനുള്ളതാണ്. ഷഡ്ദീർഘങ്ങളോടും ശ്രീബീജത്തോടും കൂടി ന്യസിക്കണം. അതായത് ശ്രാം ശ്രീം എന്ന് ഷഡംഗന്യാസത്തിൽ ന്യസിക്കണം. അങ്ങനെ വരുമ്പോ ധ്യാനം വിദ്യുദ്ധാമ സമപ്രഭാം ഹിമഗിരിപ്രഖ്യൈ ചതുർഭിർഗജൈ ശുണ്ഡാദണ്ഡ സമുദ്ധൃതാമൃതഘടൈരാസിച്യമാനാമിതം മനാമിമാം ബിഭ്രാണാം കരപങ്കജൈർ ജപവടീം പത്മദ്വയം പുസ്തകം ഭാസ്വദ്രത്നസമുജ്വലം കുജനതാം ധ്യായേ ജഗത് സ്വാമിനീം എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം മഹാലക്ഷ്മി ധ്യാനങ്ങൾ തന്നെയാണ്. സ പഞ്ചബാണ കമലാങ്കുശ അക്ഷമാല വിദ്യാഗുണാംഗതനുരഷ്ടകര ത്രിനേത്ര രക്താരുണാംബരവിലേപന ഭൂഷണാഢ്യ പായാത്തു വർണ്ണജനനീ ശശിശിഖരാ വാ. ഇത് സർവമംഗലപ്രദമായ വർണ്ണജനനി ധ്യാനരൂപമാണ്.